മുഖ്യമന്ത്രി നമ്മുടെ പരാതി പൂർണ്ണമായും വായിച്ചു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പരാതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരാതിക്ക് അടിസ്ഥാനമായി അതിൻ്റെ അകത്ത് ഡിലേ സംഭവിച്ചിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമാണല്ലോ. 10-18 ദിവസത്തോളം പരാതിക്ക് മുകളിൽ ഒരു നടപടി എടുക്കാതിരുന്നത് പോലീസിൻ്റെ അടുത്ത് വീഴ്ചയാണെന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ബോധ്യമുള്ളതുമാണ്. ആ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകി ആ കുടുംബത്തെ സങ്കട നിവൃത്തി വരുത്തി തരണമെന്നാണ് പരാതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരാതിക്ക് അനുസൃതമായി കാര്യമായി ഇടപെടും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ ഒരു യാത്ര മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. കുടുംബത്തെയും അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കുടുംബത്തെയും അതേ ഞങ്ങൾ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും. കാരണം ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിൻ്റെയും പ്രേരണ യാസറിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കെതിരെയും കേസെടുക്കണം എന്നുള്ളത് ഷിബിലയുടെ ഉമ്മയുടെ പരാതി വനിതാ കമ്മീഷന് ഇന്ന് തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അവിടെ ഇപ്പോൾ PROനെ മാത്രമാണ് തൽക്കാലം മാറ്റിയിട്ടുള്ളത്. ശരിക്കും ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് പരാതിയുടെ അതോറിറ്റി എന്ന് പറയുന്നത് സ്റ്റേഷൻ SHO ആണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ SIO ആണ്. ആ പരാതിയുടെ മുകളിൽ തീരുമാനമെടുക്കാനുള്ള അതോറിറ്റികൾ അവരെയും ഈ നടപടിക്ക് ഉൾപ്പെടുത്തണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഈ പോലീസിൻ്റെ വീഴ്ചക്കെതിരെ നടപടിയെടുക്കണമെന്ന് നമ്മൾ പരാതിക്കകത്ത് ഉൾപ്പെടുത്തിയത്. എങ്ങനെ SHOക്കെതിരെയാണോ? അതെ, SHO സ്റ്റേഷൻ പരാതിയുടെ അതോറിറ്റി SHO ആണല്ലോ.